ഫ്രണ്ട്സ്, ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണോ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് രാവിലെ എണീച്ചപ്പോഴത്തേന് എനിക്ക് പൊതിച്ചോറ് തിന്നാനായിട്ട് ഒരു ആഗ്രഹം. അപ്പൊ ഞാൻ വിചാരിച്ചു ശരി ഇന്ന് എന്തായാലും ഒരു പൊതിച്ചോറ് കെട്ടി കഴിച്ചു നോക്കാം എന്ന് വിചാരിച്ചു. അപ്പോഴ് അമ്മ രാവിലെ എല്ലാം ആഹാരമൊക്കെ റെഡിയാക്കിയിട്ടാണ് അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. ജോലിക്ക് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു എല്ലാം റെഡിയാണല്ലോ, ഇനി പിന്നെ നമുക്ക് ഒരു പൊതിച്ചോറ് കെട്ടി കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് ഒരു പൊതിച്ചോറ് കെട്ടുന്ന ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. അപ്പം ഞാൻ അതിനായിട്ട് നല്ല ചോറ് എടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്കുള്ള കറികൾ എന്തെന്ന് വെച്ചാല് ചമ്മന്തിയുണ്ട്, മുട്ട പൊരിച്ചതുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ വെണ്ടയ്ക്കയും ഉരുളക്കിഴങ്ങും കൂടെ മെഴുക്കുവരട്ടി വെച്ചതുണ്ട് കേട്ടോ. അപ്പൊ ഞാൻ ഇലയൊക്കെ ആദ്യമേ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഒരു കുഞ്ഞില വെട്ടി ഒരു കുഞ്ഞ് പൊതിച്ചോറാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഞാൻ അത്ര കഴിക്കും കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതൊന്ന് കെട്ടി നമുക്ക് ചോറ് ഇതിലോട്ട് ഇടാം. ചോറ് തവിയിലെടുത്തിട്ട് ശരിയായില്ല കേട്ടോ, കുറച്ച് നേരം എടുക്കാം. വീഡിയോയും കൂടെ ഞാൻ എടുക്കുന്നത് കൊണ്ടേ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് ചോറെല്ലാം ഒരു സൈഡിലോട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് നമ്മുടെ ചമ്മന്തി ഒരു കുഞ്ഞു ബോളായിട്ട് ഇട്ടാമേ. എന്നിട്ട് നമുക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. ഇത് നമ്മുടെ മുട്ട പൊരിച്ചതെടുത്തിട്ട് അത് സൈഡിലോട്ട് വെച്ച് കൊടുക്കുക. പിന്നെ നമ്മുടെ മെഴുക്ക് വരട്ടി ഇതെടുത്തിട്ട് ഒരു സൈഡിലോട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. ഇതുകൊണ്ട് നല്ല മാങ്ങയച്ചാറും കൂടെ ഉണ്ട് കേട്ടോ, അതും കൂടെ നമുക്ക് സൈഡിലോട്ട് വെച്ച് കൊടുക്കാം. നമ്മുടെ പൊതിച്ചോറ് കെട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതൊരു 1 മണി 1:30 ആകുമ്പോഴത്തേന് കഴിക്കാം. അപ്പോൾ കുറച്ചു നേരം ആ ഇലയിലൊക്കെ ഇരിക്കുമ്പോഴത്തേന് ആ ഇലയുടെ ഒരു മണമൊക്കെ അതിൽ ആ ചോറിൽ ഇങ്ങനെ വരും. അപ്പോൾ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ നമ്മൾ ബെല്ലടിക്കാനായിട്ട് കാത്തിരിക്കും ചോറ് കഴിക്കും. എന്നുവെച്ചാൽ അന്നൊക്കെ പൊതിച്ചോറായിരിക്കും കൊണ്ടുവന്നത്. അപ്പം ആ ഒരു സമയത്ത് തുറക്കുമ്പോഴത്തേന് രാവിലത്തെ ആ ചൂട് ചോറിന്റെ ഒരു ആവിയൊക്കെ കൊണ്ട് ആ ഇലയൊക്കെ ഒന്നും കൂടെ ഒന്ന് വാടി അതിൻ്റെ ഒരു മണമൊക്കെ അതിലങ്ങ് സ്പ്രെഡ് ചെയ്ത് സൂപ്പറായിട്ടിരിക്കും. അത് ഓർക്കുമ്പം തന്നെ സത്യം പറഞ്ഞാൽ വായിലിപ്പോൾ വെള്ളം വരുന്നു. അപ്പം നമുക്ക് ഇത് ഒരു 1 മണി 1:30 ആകുമ്പോഴത്തേന് കഴിക്കുന്ന കാണിച്ചു തരാമേ. നമുക്ക് തുറക്കാമേ. നല്ല മണം. അതിനു മുമ്പേ മോൻ കഴിപ്പ് തുടങ്ങി. എടുത്ത് കഴിക്കും. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറ്റി വെക്കാം. നമുക്ക് അച്ചാറെല്ലാം കൂടെ ഒരു സൈഡിലോട്ട് വയ്ക്കാം. കുറച്ചവിടെ ഇരിക്കട്ടെ, നമുക്ക് അതും കൂടെ ഇളക്കി കഴിക്കാം. മുട്ട പൊരിച്ചത്, നമുക്ക് കുറച്ച് ചമ്മന്തി, കുറച്ച് അച്ചാറ്, മെഴുക്ക് വരട്ടിയും കൂടെ ഇളക്കി കഴിച്ച് നോക്കാം. കഴിച്ചു. സൂപ്പർ, ഒരു രക്ഷയില്ല കേട്ടോ, പൊളിച്ച്. എന്താ ഒരു ടേസ്റ്റ്. സൂപ്പറായിട്ട്. അപ്പം നിങ്ങൾ ഇതേപോലെ പൊതിച്ചോറ് കെട്ടിയിട്ട് കഴിച്ചു കൊടുക്കാം. പൊളി സാധനം. അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടാറ്റാ.